വെൽക്കം ബാക്ക് ടു NINM ഫാഷൻ. ഇന്ന് നമ്മൾ ഡിസൈൻ വരുന്ന ഒരു നെറ്റ് ഫാബ്രിക്കിൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഹെയർ ആക്സസറി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് 7 ഇഞ്ച് നീളത്തിലും 9 ഇഞ്ച് വീതിയിലും ഒരു ഫാബ്രിക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഹെയർ ആക്സസറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പശയും ഉപയോഗിക്കണില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഗമ്മൊന്നും ഇല്ലാത്തവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ ഇങ്ങോട്ടും അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും മടക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് നല്ല ഗ്ലിറ്ററിങ് ഉള്ള ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ കാണുന്നു എന്ന് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും നല്ല ഷൈനിങ് ഉണ്ട്. അപ്പോൾ സെൻറ്റർ നമ്മൾ എടുത്തിട്ട് സെൻറ്ററിലേക്ക് 2 പോർഷനും തുണി ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യണത്. ദെൻ ഇതിൻ്റെ നടുവിൽ നമ്മളൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. പല വീഡിയോസിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വലിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ ആക്സസറി ചെയ്യാമോ എന്ന്. അപ്പോൾ ഇത് വലിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ ആക്സസറിയാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്കിത് അലിഗേറ്റർ ക്ലിപ്പിലോ ടിക് ടാക്കിലോ ഹെയർ ബാൻഡിലോ ഒക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഫിക്സ് ചെയ്യണത് അലിഗേറ്റർ ക്ലിപ്പിലാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ തുന്നി കൊടുക്കുക. ഇനി തുന്നാൻ മടിയുള്ളവരാണെങ്കിൽ നടുവിൽ ഒന്നായിട്ട് പിടിച്ചൊരു കെട്ടിട്ട് കൊടുത്താലും മതി. then ഇത് നമ്മൾ ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏറെക്കുറെ നമ്മുടെ ഹെയർ ആക്സസറീൻ്റെ പരിപാടി. അപ്പോൾ ഇത് നോർമലായിട്ട് നമ്മളെല്ലാവരും ചെയ്യണ ബോയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ട്രെൻഡി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മറ്റൊരു പീസ് ഫാബ്രിക്കും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രത്തോളം മതിയെങ്കിൽ ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ വേറെ ഒരു സംഭവം കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മറ്റൊരു ഫാബ്രിക് പീസ് ഇതിൻ്റെ തന്നെ സെയിം ഒരു കഷ്ണം കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ നടുവിൽ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് നോക്ക് സെയിം അളവ് തന്നെ കേട്ടോ. അപ്പോൾ ഇത് സെയിം അളവായിട്ട് സെൻറ്ററിൽ തന്നെ കെട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് സൈസായി പോയാൽ അതൊരു അഭംഗിയായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ കാണുമ്പോൾ വളരെ ഈസി ആണെങ്കിലും സെൻറ്റർ കണ്ടുപിടിച്ച് തുന്നിയെടുക്കുമ്പോൾ മാറിപ്പോവരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ നടുവിൽ വെക്കാൻ ഞാൻ പറഞ്ഞില്ലേ പീസ് വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 2 ഇഞ്ച് നീളത്തിലാണ് 2 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നീളം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പം നന്നായിട്ട് തൂങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, കുറച്ച് മതിയെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 10 ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ മോൾക്കായതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. ദെൻ ഇതിൻ്റെ നടുവിൽ വെച്ച് സാധാ പോലെ നമ്മളൊരു കെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ തുണി ഇങ്ങനെ നൂല് വിട്ടു പോവുക അങ്ങനത്തെ ഒരു വിഷയമില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുക. ഇത് അലിഗേറ്റർ ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഞാനിവിടെ ഗമ്മൊന്നും യൂസ് ചെയ്യുന്നില്ല, എന്നാൽ പോലും നല്ല ഉറപ്പിൽ അത് അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗമ്മും കൂടി ഒട്ടിച്ചു കൊടുത്താൽ നല്ല സെക്യൂർ ആയിട്ട് നിൽക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളെ സ്വന്തം കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഗമ്മൊന്നും യൂസ് ചെയ്യണമെന്നില്ല. ഇനി സെയിൽസിനാണ് ഉപയോഗിക്കണമെങ്കിൽ കുറച്ചുകൂടി സെക്യൂർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗമ്മൊക്കെ ഉപയോഗിച്ചോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കാണുന്ന പോലെയല്ല കേട്ടോ, വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ വെച്ചിട്ട് ഞാൻ ഏതെങ്കിലും റീൽസിലൊക്കെ ഇടാം, അല്ലാതെ ഇപ്പോൾ അവൾ സമ്മതിക്കില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടാൽ ചിലപ്പോൾ ഒക്കെ സമ്മതിക്കും വയ്ക്കാൻ. അങ്ങനെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് ഇതിനുള്ളിൽ കൂടെ ഇട്ട് കൊടുത്താൽ മതി. ദെൻ അവിടെ ഒരു ഗമ്മും കൂടി വെച്ച് കൊടുത്താൽ നല്ല ഉറപ്പിൽ നിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രൊഡക്റ്റ്. ഇനി ഇതേപോലുള്ള ഒരു നെറ്റ് ഫാബ്രിക് വെച്ചിട്ട് വേറൊരു ട്രെൻഡിങ് ഐറ്റം കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കാണാം. അത് വളരെ സിമ്പിളാണ്, വളരെ ഇപ്പോൾ എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ അതിന് ഞാൻ എടുത്തത് ഒരു 9.5 ഇഞ്ചിൽ ഒരു വീതിയിലും ദെൻ 8 ഇഞ്ച് നീളത്തിലും കട്ട് ചെയ്ത ഒരു ക്ലോത്താണ്. അപ്പോൾ ഏകദേശം സമചതുരം പോലെ ഉണ്ട്, എന്നാലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതേപോലെ നടുവിലേക്ക് മടക്കി കൊടുക്കുക. ദെൻ ഇങ്ങോട്ടും മടക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മടക്കുന്നത്. അപ്പോൾ ഈ മടക്കുന്നത് ഒന്നും കൂടി ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ബീഡ്സ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഡ്സ് പുറത്ത് പോകാതിരിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ മടക്കണം. നടുവിലേക്കൊന്ന് മടക്കുക,
ദെൻ ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മടക്കി കൊടുക്കുന്നത്. നല്ല മൂവ്മെൻറ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പഴയ ക്ലോത്തല്ല, നമ്മുടെ കട്ട് പീസ് ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഐറ്റംസാണ് ഇതൊക്കെ. ഇതിനൊക്കെ വളരെ ചിലവും കുറവാണ്. അപ്പോൾ നിങ്ങൾ നെറ്റ് ഫാബ്രിക് വാങ്ങിക്കുമ്പോൾ കുറച്ച് സ്റ്റിഫായിട്ടുള്ളത് വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സ്റ്റിഫായിട്ടുള്ളതും കുറച്ച് കുഴഞ്ഞു കിടക്കുന്നതുണ്ട് കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട് നെറ്റ് ഫാബ്രിക്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം നോക്കി വാങ്ങിക്കുക. നമുക്ക് സ്റ്റിഫായിട്ടുള്ളതാണ് വേണ്ടത്. അതാകുമ്പോൾ ബോ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. ഇതിൻ്റെ നടുവിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു സൂചി വെറുതെ വെച്ചതാണ്. ദെൻ ഇതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടോ, ഒരു അറ പോലെ ഇങ്ങനെ ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബീഡ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വീക്വൻസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ റെഡ് ആയതുകൊണ്ട് വൈറ്റ് ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്, നല്ല ഭംഗിയിൽ കാണുമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ 2 ഭാഗത്തും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അളവൊന്നും നോക്കിയില്ല, ഏകദേശം 2 ഭാഗത്തും ഒരേപോലെ വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അലിഗേറ്റർ ക്ലിപ്പും കുറച്ച് ക്ലോത്ത്സും ഒക്കെ നിങ്ങൾക്ക് സംഘടിപ്പിക്കാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന വളരെ നല്ലൊരു ബിസിനസ് ഐഡിയാസാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് സെയിൽ ചെയ്യാനൊന്നും താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ എത്ര റേറ്റ് കൊടുത്താൽ വാങ്ങിക്കാറ്, അവരാണെങ്കിൽ 2 ദിവസം ഇട്ട് അതങ്ങ് കേടാക്കി കളയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പഴയ ക്ലോത്തോ അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്ത് നോക്കി പഠിക്കാവുന്നതാണ്. വളരെ സിമ്പിളുമാണ്, പക്ഷെ നല്ല ബ്യൂട്ടിഫുള്ളും ആയിരിക്കും. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ നേരത്തെ തുന്നി കൊടുത്ത പോലെ തന്നെ തുന്നി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തുന്നിയെടുക്കുക. അപ്പോൾ സൈസൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്തി നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ വലുതാക്കാതെ അത്യാവശ്യം ചെറുതാക്കിയാൽ ഇത് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തുന്നിയിട്ട് നമ്മളൊന്ന് കെട്ടിട്ട് സെക്യൂർ ചെയ്യുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ വ്യൂവേഴ്സും ലൈക്ക് ചെയ്യുന്ന ആൾക്കാരും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എത്രയോ കുറവാണ്. അതുകൊണ്ട് വീഡിയോസ് ഇടാൻ ഒരു താല്പര്യമില്ലാത്ത പോലെ ഫീൽ ചെയ്യണ്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇഷ്ടമാവുന്നില്ലെങ്കിൽ വീഡിയോസൊക്കെ നിർത്തേണ്ടി വരുന്ന തോന്നണേ. കാരണം നമ്മളൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണത്. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ കമൻറ്റ് അയക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കമൻറ്റും വ്യൂവേഴ്സൊക്കെ കുറയുമ്പോൾ എന്തോ മടുപ്പ് തോന്നും, വീഡിയോസ് ഇടണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് നല്ല ട്രെൻഡിങ് ആട്ടോ. ഇതിന് എപ്പോഴും നല്ല മൂവ്മെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. ആൾക്കാരൊക്കെ കണ്ടിട്ട് ഹായ് നല്ല ഭംഗിയുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ കളറിലല്ല പല കളറിൽ ചെയ്ത് ഒന്നായിട്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഒരു പീസ് ക്ലോത്ത് വെറുതെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ടും കൂടി ഉണ്ട്.